And through our community work, I know a couple of weeks ago, I looked out, and we're getting families who are coming into our community work who have started coming into church. ഞങ്ങൾക്ക് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആ സമയം തന്നെ ചിലർ സഭയിലേക്ക് കയറി വരുവാൻ അതൊരു മുഖാന്തരമായിട്ടുണ്ട്. These are people who've never had any connection with church but are now sitting in our pews on a Sunday morning. അവർക്ക് സഭയുമായി ഒരു ബന്ധവുമില്ല, ഒരു പാരമ്പര്യവുമില്ല, എന്നാൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മുഖാന്തരം അവർ സഭകളിൽ കയറി വരുന്നതായിട്ട് കാണുന്നു. So I really encourage you, if you've got some time during the week, get involved in building up relationships with people. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ആഴ്ചയിൽ ഏതെങ്കിലും ദിവസം ഒഴിവുകളുണ്ടെങ്കിൽ സഭയിൽ കടന്നു വരിക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളും അത് പങ്കുചേരുക. In some of our community activities, when I was at the Nutton School with one of the projects with Michelle, and when I was at the Silverdale School, I was meeting Malayali and Tamil families who were coming along to the events. ഞാൻ മിഷാൽ സഹോദരിയുടെ കൂടെ ഒരു നഴ്സിംഗ് സ്കൂളിലേക്ക് പോയപ്പോൾ അവിടെ അനേകം മലയാളിയും തമിഴുമായിട്ടുള്ള സ്റ്റുഡൻസിനെ കണ്ടു. അവർ സഭയിലേക്ക് കടന്നു വരുന്നവരാണ്. These guys weren't Christians, so they looked at me like I was crazy. അവർ ക്രിസ്ത്യാനികളല്ല, അവർ എന്നെ കണ്ടപ്പോൾ എന്നെ ഒരു വ്യത്യസ്തനായിട്ട് കണ്ടു. I started trying to tell them about me going to India last year, and they were like, "What are you doing?" ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ പോയി. അവർക്ക് തന്നെ സംശയം തോന്നി. But wouldn't it be amazing when they come to these school events, if there's Tamil and Malayali speakers from our church there, to talk to them and to invite them to church? അങ്ങനെയുള്ള നമ്മൾ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മുടെ സഭയിൽ നിന്നും ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ അവിടെ മലയാളം തമിഴും പറയുന്നവരാകിയാൽ അത് നല്ലൊരു കാര്യമായിരിക്കും. So don't just look at this as being someone else's job. Say this is also my responsibility as well. ഇത് കേൾക്കുമ്പോൾ അത് അടുത്തിരിക്കുന്ന ആളുടെ ഉത്തരവാദിത്തമല്ല, നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ കൂടെ ഉത്തരവാദിത്തമായിട്ട് നമുക്ക് കാണണം. Okay. I'm going to speak today from John chapter 5. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം. Last year, me and my wife turned 40. കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് 40 വയസ്സായി. And for my wife's birthday present, she was given a spa break. A spa weekend break thing. സ്പായിലേക്ക് അന്നേരം ഞാനൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തൊരു സെഷന്. This was a day of sitting in hot tubs, saunas, jacuzzis, all that sort of stuff. അതിന് അന്നത്തെ ദിവസം റിലാക്സ് ചെയ്യാനും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാനും ഒരു ഡേ ഞാൻ എടുത്തു കൊടുത്തു. It's everything that I hate. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് അതെല്ലാം. But because my wife, I always say I'm the head of the house, but my wife is the neck. She points me in the right direction. എൻ്റെ ഭാര്യ എപ്പോഴും പറയുന്ന പോലെ വീടിന്റെ തല നിങ്ങളായിരിക്കും, എന്നാൽ കഴുത്ത് ഞാനാണ്. She said to me, Jim, we have a babysitter for 2 nights. We are going away and leaving the children. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, മക്കളെ നമ്മൾ ഒരാളെ ഏൽപ്പിച്ചേച്ച് 2 ദിവസങ്ങൾക്ക് നമ്മൾ പോവുകയാണ്. And when we got to the spa, every single treatment room had the sign about why it's good for you. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ട്രീറ്റ്മെന്റും എന്തുകൊണ്ടാണ് നല്ലത് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. And when I read all of the signs about why the treatments were good, I thought this is a load of rubbish. ഞാൻ അവിടെ ചെന്ന് ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ വായിച്ചപ്പോൾ തോന്നി ഇത് ശരിയല്ലാന്ന് തോന്നി. I thought it's just an excuse for people to sit still and do nothing for 2 hours. ഞാൻ വിചാരിച്ചു ഒരു പണിയും ചെയ്യാതെ 2 മണിക്കൂർ ഇവിടെ വന്ന് ഇരിക്കുന്നതിന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതാണ്. But I think it was a little bit of a placebo effect. It made people think it was improving their health when it wasn't. പക്ഷെ അത് മനുഷ്യന്റെ മനസ്സിൽ ഹൃദയത്തിൽ ഒരു ചിന്ത കൊടുക്കും, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരു പക്ഷെ നമുക്ക് ഉപകാരമുണ്ട് എന്നുള്ളൊരു ചിന്ത അത് നൽകും. And it reminds me of the story we're going to look at tonight. അത് എന്നെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കഥയുമായിട്ട് അത് ഞാൻ താരതമ്യപ്പെടുത്തുന്നു. There was this pool in a place called Bethsaida in the Bible. വേദപുസ്തകത്തിൽ ബെത്സൈഡ എന്നൊരു കുളം ഉണ്ടായിരുന്നു. And it was connected to an underground spa. അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് സ്പാവുമായിട്ട് അതിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. So every so often the waters would bubble and it would make this like bubbling sound look like a jacuzzi. എല്ലാ സമയങ്ങളിലും സമയം വരുമ്പോൾ അതിന്റെ വെള്ളം ഇളകുമായിരുന്നു. Now over the years a myth built up that there was an angel that was stirring the water and causing it to bubble. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദൈവദൂതൻ കുളത്തിൽ ഇറങ്ങി വന്ന് ആ വെള്ളം കലക്കുമായിരുന്നു. So people started to think, well, if the angel's stirring up the water, then there could be healing in the water. അങ്ങനെ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി, ഒരു ദൂതൻ ആ വെള്ളം കലക്കുന്നത് കൊണ്ട് അവിടെ സൗഖ്യമുണ്ടാകുമെന്ന്. So all the sick people would travel from miles around to get near this pool because they thought the first person to jump in the water would be healed. അങ്ങനെ ദൂരെ നിന്ന് ആൾക്കാർ അവിടെ വരുവാൻ തുടങ്ങി. അവർ ചിന്തിച്ചു, ആദ്യം ആ വെള്ളത്തിൽ ചാടുന്ന ആൾക്ക് തീർച്ചയായിട്ടും സൗഖ്യം ലഭിക്കും.
So as a result, this pool had loads of sick people sitting around it. അങ്ങനെ നോക്കുവാണെങ്കിൽ ആ കുളത്തിന് ചുറ്റും അനേകം രോഗികൾ താമസിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. And then Jesus turns up one day to this pool. അങ്ങനെ ഒരിക്കൽ ഈ കർത്താവായ യേശുക്രിസ്തു ആ കുളത്തിൽ വരുന്നു. And this is what happened. We're going to read verses, hopefully. I can skip forward here. There we go. Verses 5 and 6 of chapter 5. It says this. One who had been there, had been an invalid for 38 years, when Jesus saw him lying there, learned that he had been in this condition for a long time. And he asked him the question, do you want to get well? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 5ഉം 6ഉം വാക്യം അടുത്തവരാൾക്ക് വായിക്കാം. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. You see, there's a problem in this story. It was simple. ഇവിടെ നമ്മളൊരു പ്രശ്നം കാണുന്നുണ്ട്. അത് വളരെ ലളിതമായ ഒരു പ്രശ്നമാണ്. There was a man there who had been sick for 38 years. നമുക്കറിയാം 38 വർഷം രോഗബാധിതനായ ഒരു മനുഷ്യൻ അവിടെ കിടക്കുന്നു. He'd been lying there for a long time. ഒരുപാട് നാളുകളായി താൻ അവിടെ കിടക്കുന്നതായിട്ട്. And Jesus asks him this strange question. അങ്ങനെ ഇരിക്കെ യേശു അവനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. Jesus says to him, do you want to get well? യേശു അവനോട് ചോദിക്കുന്നത് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? And in verse 7 the man replies. അങ്ങനെ 7-ാം വാക്യത്തിൽ ആ മനുഷ്യൻ ഉത്തരം പറയുന്നത്. He says, sir, I have no one to help me get into the pool when the water is stirred. While I'm trying to get in, somebody else gets in before me. അവിടെ പറയുന്നു അവൻ രോഗി അവനോട് യജമാനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരുമില്ല എന്ന് അവൻ പറഞ്ഞു. For 38 years this man had been lying next to the pool, desperate to get in for his healing. 38 വർഷമായി ആ കുളത്തിൽ എങ്ങനെയെങ്കിലും ഇറങ്ങണം എന്ന് അതീവ ആഗ്രഹത്തോടെ കിടക്കുന്ന ഒരു മനുഷ്യൻ. He must have felt angry, rejected, dejected because nothing seemed to be happening for him to get in the pool. അങ്ങനെ ഒരു അവസ്ഥയിൽ തനിക്ക് നിരാശ വരാം, മറ്റുള്ളവർ തന്നെ ഉപേക്ഷിച്ചു, തനിക്ക് ദുഃഖം വരാം, ആ സാഹചര്യം ഉണ്ടാകാം. And in this man's mind, the solution for his life was to get into that pool first when the waters bubbled. തനിക്കറിയാം തന്റെ രോഗത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് ആദ്യം അതിനകത്ത് കയറി ഇറങ്ങുക എന്നുള്ളതാണ്. He thought, if only I can get into the pool when the jacuzzi is going, I will be healed. തനിക്കറിയാമായിരുന്നു ഈ വെള്ളം കലക്കുമ്പോൾ ആദ്യം ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ എനിക്ക് സൗഖ്യം ലഭിക്കും. But the problem is this, he didn't need to get into the pool when the waters were bubbling. അതിന് പ്രശ്നം എന്ന് പറയുന്നത് ഈ വെള്ളം കലങ്ങുമ്പോൾ മാത്രം ഇറങ്ങേണ്ടതായിട്ടില്ല. What he really needed was a touch from God. തനിക്ക് വേണ്ടത് വാസ്തവമായി ദൈവത്തിന്റെ ഒരു സ്പർശനമായിരുന്നു. He needed Jesus to change the situation. തനിക്ക് യേശുവിനാണ് ആവശ്യം തന്റെ സാഹചര്യങ്ങൾ മാറ്റുവാനായിട്ട്. And that's when everything changed, the day that he met Jesus. താൻ യേശുവിനെ കണ്ട നാളിൽ അതാണ് അവിടെ ഉണ്ടായ രൂപാന്തരം. You know, Jesus was hinting to the man when he said, do you want to get well? യേശു അതാണ് അവനോട് ചോദിച്ചത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? When Jesus asked him, do you want to get well? The man missed the Son of God standing right in front of him. യേശു തന്നോട് ചോദിച്ചപ്പോൾ താൻ ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയില്ല. യേശുവാണ് മുൻപിൽ നിൽക്കുന്നത് എന്ന് താൻ മനസ്സിലാക്കിയില്ല. The man missed Jesus in front of him, wanting to heal the situation. അവിടെ കർത്താവ് യേശുക്രിസ്തുവാണ് തനിക്ക് മുൻപിൽ നിൽക്കുന്നത് തനിക്ക് മനസ്സിലാകാതെ ആ സാഹചര്യം അവന് മനസ്സിലായില്ല. Instead, he was so distracted by the waters of wanting to get in the water. എന്നാൽ താൻ കുളത്തെക്കുറിച്ചും ആ കുളം കലക്കുന്ന ദൂതനെ കുറിച്ചും ഒക്കെയാണ് അവിടെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. You know, sometimes it's easy to get into the place where we focus on the wrong thing and we wait for the wrong thing. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മളും അങ്ങനെയാണ്. തെറ്റായ സ്ഥലത്തിൽ ഇരിക്കുക, തെറ്റായ ചിന്തകൾ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറുകയാണ്. Sometimes we're so focused on a solution that isn't what God wants for us. പലപ്പോഴും നമ്മൾ ഒരു പരിഹാരത്തിന് വേണ്ടി അധികം കഷ്ടപ്പെടുന്നു, എന്നാൽ ദൈവം അതല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത്. Sometimes because we're so distracted, we miss Jesus standing right in front of us. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഭാരം കൊണ്ട് നമ്മൾ ചിന്തിക്കാതെ പോകുന്നു, എന്നാൽ കർത്താവ് നമ്മുടെ മുൻപിലുണ്ടെന്ന് നമ്മൾ മറന്നു പോകുന്നു. Jesus does this in verse 8 to 10. It says,
Then Jesus said to him, "Get up, pick up your mat and walk." At once the man was cured. He picked up his mat and he walked. The day in which this took place was a Sabbath. And the Jewish leaders said to that man who was healed, "It is the Sabbath. The law forbids you to carry your mat." അവിടെ വായിക്കുന്നത് 8-ാം വാക്യം മുതൽ, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. എന്നാൽ അന്ന് ശബത്തായിരുന്നു. ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട്, ഇന്ന് ശബത്താകുന്നു, കിടക്ക എടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. This man was waiting for the waters to stir, but what he really needed was a touch from Jesus. ഈ മനുഷ്യൻ ആ കുളം കലങ്ങുന്നത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എന്നാൽ തനിക്ക് ആവശ്യമായിരുന്നത് കർത്താവിനെ നോക്കുക എന്നുള്ളതായിരുന്നു. Jesus doesn't do anything fancy. He just says, "Get up and walk." യേശു അവിടെ വളരെ അത്ഭുതമായിട്ടൊന്നും പറഞ്ഞില്ല. വളരെ ലളിതമായി പറഞ്ഞു, നീ എഴുന്നേറ്റ് നടക്കുക. The man just gets up, rolls up his mat and walks. ആ മനുഷ്യൻ അപ്രകാരം തന്നെ എഴുന്നേറ്റു, തന്റെ കിടക്ക എഴുന്നേറ്റു നടന്നു. But look at the religious people in the story. അവിടെ നമ്മൾ നോക്കിയാൽ അവിടെ ഉണ്ടായിരുന്ന മതസ്ഥരായ ആൾക്കാർ ഇങ്ങനെ പറയുന്നു. They start complaining that Jesus has healed him. അവർ പരാതി പറയുകയാണ് യേശു അവനെ സൗഖ്യമാക്കിയത്. They start saying, "Look, rather than celebrate, they start going, look, he's carrying his mat. He shouldn't be carrying his mat on a Sunday or a Sabbath." അവർ പരാതി പറയുകയാണ്, ഈ സൗഖ്യം അവർക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. അവർ പരാതി പറഞ്ഞു, കണ്ടു ശബത്ത് നാളിൽ അവന്റെ കിടക്കയെടുത്ത് അവൻ നടക്കുന്നു. We're going to unpack that in a minute. നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും കൂടി വ്യക്തമായി ഇപ്പോൾ ചിന്തിക്കാം. But the first thing I want you to take away today is this. As disciples and followers of Jesus, we need to look in the right place. ഇന്ന് നിങ്ങളോട് ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ യേശുവിന്റെ ശിഷ്യന്മാർ, യേശുവിനെ അനുഗമിക്കുന്നവരായതുകൊണ്ട് നമ്മൾ നോക്കേണ്ട സ്ഥലത്ത് നമ്മൾ നോക്കണം. For 38 years, this man was putting his faith in the wrong thing. 38 വർഷം നമ്മൾ നോക്കിയാൽ ഈ മനുഷ്യൻ തന്റെ വിശ്വാസം അർപ്പിച്ചിരുന്നത് തെറ്റായ ഒരു സ്ഥലത്തിലാണ്. For 38 years, this man thought that the angel was going to heal him by stirring up the waters. ഈ കഴിഞ്ഞ 38 വർഷവും താൻ വിശ്വസിച്ചു, ഒരു ദൂതൻ വന്ന കുളം കലക്കുമ്പോൾ എനിക്ക് സൗഖ്യം ലഭിക്കും. For 38 years, this man thought this was God's plan for his life. 38 വർഷം താൻ ചിന്തിച്ചു, ഇതാണ് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഹിതമെന്ന്. For 38 years, his trust was in the wrong thing. 38 വർഷക്കാലം തന്റെ വിശ്വാസം തെറ്റായ ഒരു കാര്യത്തിൽ താൻ അർപ്പിച്ചു. I think Jesus might have said, "Do you want to get well?" യേശു അവരോട് ചോദിച്ചു, നിനക്ക് സൗഖ്യം വേണോ എന്ന് ചോദിച്ചപ്പോൾ, Because he was trying to show the man that he was looking in the wrong place. ഞാൻ വിശ്വസിക്കുന്നു അവന്റെ കാഴ്ച തെറ്റായ സ്ഥലത്താണെന്ന് അവരൊന്ന് അറിയിക്കുവാൻ വേണ്ടിയാണ്. And I wonder, in your life, are there things that you've put your faith in the wrong thing for? ഇത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ വിശ്വാസം നമ്മൾ അർപ്പിച്ചിരിക്കുന്നത് തെറ്റായ സ്ഥലങ്ങളിലാണോ? I meet people and they turn around and say to me, "If only I find a husband or wife, my life will be perfect." ഞാൻ ആൾക്കാരെ കാണാറുണ്ട്, അവർ പറയും, എനിക്കൊരു ഭർത്താവിനോ ഭാര്യയെ കിട്ടിയാൽ എന്റെ ജീവിതം പൂർണ്ണമാകുമെന്ന്. Listen, everyone who's been married here will tell you that's definitely not true. ഇവിടെ വിവാഹം കഴിച്ചവരെല്ലാവരും പറയും അങ്ങനെ ഒരു കാഴ്ചയില്ല. There's people that say, "If only I get the right job, everything will be happy and everything will be perfect in the world." ചിലർ പറയും, എനിക്ക് നല്ല ജോലി ലഭിച്ചാൽ അത് മാത്രം മതി, എന്റെ ജീവിതം അന്ന് മുതൽ ശരിയാകുമെന്ന്. Not many people I meet who love everything about their work. എന്നാൽ നമ്മൾ ചോദിച്ചാൽ, നമുക്ക് ലഭിച്ച ജോലിയിൽ എല്ലാം ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ളവർ ആരുമില്ല. If only my health was okay. If only I just need to find the right doctor and I'll be okay. നമ്മൾ ചിന്തിക്കും, എനിക്ക് ഇത് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് കിട്ടിയിരുന്നെങ്കിൽ എല്ലാം ശരിയാകുമായിരുന്നു. Some people even think the pastor can solve all their problems. ചിലർ ചിന്തിക്കും, നമ്മുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം നമ്മുടെ ദൈവദാസനാണ്. As a pastor, I've got so many problems. I need Jesus more than you need Jesus. എനിക്ക് എന്റേതായ അനേക പ്രശ്നങ്ങളുണ്ട്, എനിക്കും ദൈവത്തെയാണ് ആവശ്യമായിരിക്കുന്നത്. With all of these things, we can look in the wrong place for the answers. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് തെറ്റായ സ്ഥലങ്ങളിൽ നമ്മുടെ ആശ്രയം നമ്മൾ വെക്കുന്നവരാണ്. The place we should be looking is to Jesus. ആമേൻ. എന്നാൽ നമ്മൾ നോക്കേണ്ട ശരിയായ സ്ഥലം കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. It's when we look to Jesus that our situations start turning around and changing. ആമേൻ. നമ്മൾ കർത്താവിനെ നോക്കുമ്പോഴാണ് നമ്മുടെ സാഹചര്യങ്ങൾ മാറി മറിയുവാൻ തുടങ്ങുന്നത്.
The problem is, especially us men, we like to fix everything ourselves. നമ്മൾ ആണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്, എല്ലാം തന്നെത്താനും ചെയ്ത് ശരിയാക്കണം എന്ന് അവർ ചിന്തിക്കും. Since the beginning of time, right from the beginning of the Bible, we see people, men and women, trying to fix everything themselves and not looking to God. നമ്മൾ വേദപുസ്തകം വായിച്ചാൽ അങ്ങനെ തന്നെയാണ്. മനുഷ്യർ സ്വയം കാര്യങ്ങൾ ചെയ്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നുണ്ട്. And sometimes, often in fact, we're looking for the answers in the wrong place, and Jesus is saying, look, here I am, look to me, not to other things. ആമേൻ. പലപ്പോഴും നമ്മൾ തെറ്റായ കാര്യങ്ങളിൽ ചെല്ലുമ്പോൾ യേശു നമ്മളോട് വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്, നിങ്ങൾ എന്നിലേക്ക് നോക്കുക, എന്നിലാണ് നിങ്ങൾ ആശ്രയം വെക്കേണ്ടത്. And maybe you've got a situation today where you're trying to look for the answers, but you're looking in the wrong place. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ചിലരുണ്ടാകും ഉത്തരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, എന്നാൽ അവരുടെ നോട്ടം തെറ്റായ ഒരു സ്ഥലത്താണ്. Jesus is saying to you, look to me, not to the other things. ആമേൻ. യേശു വ്യക്തമായി ഇവിടെ പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരിലല്ല മറ്റു സ്ഥലങ്ങളിലല്ല എന്നെ നോക്കുവേ. The next thing I want us to get to understand today is, as disciples of Jesus, we can't be religious. രണ്ടാമത്തെ കാര്യം, നമ്മൾ യേശുവിന്റെ ശിഷ്യന്മാരായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മതസ്ഥരാകരുത്. Look what happened in the story. ഈ കഥയിൽ എന്താണ് സംഭവിച്ചത്? Jesus heals a man who's been disabled for 38 years. 38 വർഷം രോഗത്താൽ ബന്ധിക്കപ്പെട്ട ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കി. I worked out, it's only 2 years less than I've been on this planet. ഞാൻ നോക്കിയപ്പോൾ എന്നേക്കാൾ വെറും 2 വയസ്സിന് ഇളയത് മാത്രമാണ് അദ്ദേഹം. If we saw a guy getting healed after 38 years tonight, I hope that we'd be celebrating, praising God. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ ഒരു 38 വർഷം രോഗത്താൽ കിടക്കുന്ന ഒരാളെ സൗഖ്യം ദൈവം ഇവിടെ നൽകിയാൽ നമ്മൾ എല്ലാവരും ചേർന്ന് അതിനെ ആഘോഷിക്കും. I don't know if the religious people knew him or not, but I'm pretty sure the religious people would have seen how ill he had been for so long. അവർ മതസ്ഥരായ ആൾക്കാര് അത് ആഘോഷിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല, എന്നാൽ അവന്റെ രോഗം കണ്ടവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സന്തോഷിക്കുക തന്നെ ചെയ്യും. So Jesus heals him. യേശു അവനെ സൗഖ്യമാക്കി. The man picks up his mat and celebrating that Jesus has healed him. അവൻ തന്റെ കിടക്കയെടുത്ത് സന്തോഷിച്ചു, ദൈവം അവനെ സൗഖ്യമാക്കി. And what did the religious people do? അവിടെ ഉണ്ടായിരുന്ന മതസ്ഥർ എന്താണ് ചെയ്തത്? They turn around and say, you should not be carrying your mat because it's a Saturday, a Sabbath. അവർ അവിടെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞത് ശബത്തായതുകൊണ്ട് നിന്റെ കിടക്കയെടുത്ത് നടക്കാൻ പാടില്ലായിരുന്നു. Now it's easy for us to look at these religious men and say, look at them, they're terrible. നമുക്ക് അവരെ നോക്കിയിട്ട് ഒരു പക്ഷെ ഇങ്ങനെ പറയാം, അവർ ഭയങ്കരന്മാരാണല്ലോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. But a lot of us are more religious than we ever realize. പലപ്പോഴും നമ്മളും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നത്. You see, for these there's nowhere in the Old Testament where it says you cannot carry your personal mat on a Sabbath. പഴയ നിയമം നോക്കിയാലും നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കിടക്കയെടുത്ത് നടക്കരുതെന്ന് എങ്ങും തന്നെ എഴുതിയിട്ടില്ല. When the rules are given in Exodus chapter 20, it just says do not work on the Sabbath day. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിയമങ്ങൾ എഴുതുമ്പോൾ അവിടെ പറഞ്ഞിരുന്നത് ശബത്ത് നാളിൽ നിങ്ങൾ അധ്വാനിക്കരുതെന്നാണ്. It was a really serious command from God to have a day of rest. അത് ദൈവത്തിൽ നിന്ന് നൽകിയൊരു കൽപ്പന തന്നെയായിരുന്നു, നിങ്ങൾ ആ ശബത്ത് നാളിൽ നിങ്ങൾ വിശ്രമിക്കണം എന്നുള്ളത്. But these religious people, they were so worried that they'd break the rules that they made hundreds of extra rules so they didn't break the original rule. എന്നാൽ ആ സമയത്തുള്ള പരീശന്മാര് ആ നിയമം പൊട്ടിക്കുന്നതല്ല അവരുടെ ചിന്ത, അതിനോട് അവർ ചേർത്ത് വെച്ച ചില നിയമങ്ങളും കൂടി തകർക്കരുതെന്ന് അവർ ആഗ്രഹിച്ചു. They missed the amazing thing that God wanted to do because they were so concerned about breaking something that God didn't even tell them not to do. അവർ ആ സമയത്ത് ദൈവം ചെയ്തതിനെ സന്തോഷിക്കുകയല്ല, ദൈവം പോലും പറയാത്ത ചില നിയമങ്ങൾ ലംഘിക്കപ്പെടരുത് എന്ന് അവർ അവിടെ വെച്ച് ആഗ്രഹിച്ചു. They missed the miracle because they were focused on something that God doesn't even talk about. അവരവിടെ നടന്ന അത്ഭുതം അവർക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല, കാരണം ദൈവം പോലും പറയാത്ത ചില നിയമങ്ങളിൽ അവർ വിശ്വസിച്ചു. If this man was a furniture removal guy and he was moving someone's house, there would be a problem. അവിടെ ആയിരുന്ന ആ രോഗി ഒരു തരത്തിൽ ഒരു ജോലി ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ ആ ഫർണിച്ചർ അവിടെ നിന്ന് മാറ്റിയിരുന്നെങ്കിൽ അതൊരു തെറ്റായിരുന്നേനെ.
but he was just moving his bed after being healed. എന്നാൽ താൻ ചെയ്തത് തനിക്ക് സൗഖ്യം ലഭിച്ചതിന് ശേഷം തന്നെ കിടക്ക എടുത്തൊന്ന് മാറ്റിയതേ ഉള്ളൂ. If we become too religious, we can stop God doing what God needs to do. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പരീക്ഷന്മാരെ ചെയ്തതുപോലെ നമ്മൾ ഒരുപാട് മതപരമായി ചിന്തിച്ചു തുടങ്ങിയാൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകും. When we become too religious, we stop allowing Jesus to do what he needs to do here. And if we're honest, we can do more harm than good. നമ്മളിങ്ങനെ ആയിത്തീർന്നാൽ ദൈവം ചെയ്യുന്ന തടയുക മാത്രമല്ല, നമുക്ക് നന്മയ്ക്ക് പകരം തിന്മയും കൂടെ ഭവിക്കുവാനിടയാകും. When I read this story, I was challenged in my own life. ഞാൻ ഈ കഥ വായിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്നെ തന്നെ ഞാൻ ഒന്നും കൂടെ നോക്കി. And the question that came to my mind was this. എൻ്റെ മനസ്സിൽ വന്ന ചോദ്യം ഇപ്രകാരമായിരുന്നു: Am I more concerned about being religious, or do I want to see Jesus touch lives? ഞാൻ എൻ്റെ മനസ്സിലൂടെ ചോദിച്ചത്, ഞാൻ ഒരുപാട് നിയമങ്ങൾ പറയുന്ന ഒരാളാണോ, അതോ ഞാൻ യേശു മറ്റുള്ളവരുടെ ഹൃദയം തൊടുന്നത് കാണുന്ന ആളാണോ? I want to ask that question to you. Are you more concerned about being religious, or do you want to see Jesus touch people's lives? നിങ്ങളോടും ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. നമ്മൾ ഒരുപാട് മതപരമായി അല്ലെങ്കിൽ ഒരുപാട് നിയമങ്ങൾ പറയുന്നവരാണോ, അത് യേശു മറ്റുള്ളവരുടെ ജീവിതം സ്പർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? We need to follow the Bible. നമ്മുടെ വേദപുസ്തകം കൃത്യമായി അനുസരിക്കണം. In fact, Jesus says, if we love him, we'll do what he says. യേശു പറഞ്ഞു, നമ്മൾ അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ പറയുന്നത് നമ്മൾ ചെയ്യും. But we need to make sure that we don't become Pharisees and create stuff that's not there. നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മൾ പരീശന്മാരെ പോലെ അവിടെ നമുക്ക് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്നവരാകരുത്. Because we can miss what Jesus wants to do. അതിന്റെ കാരണം യേശു നമ്മൾ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അതൊരു പക്ഷേ നമ്മൾ കാണാതെ പോകും. The final thing is this: as disciples of Jesus, we need to repent and not repeat. നമ്മൾ യേശുവിന്റെ ശിഷ്യന്മാർ ആയതുകൊണ്ട് തന്നെ നമ്മൾ മാനസാന്തരപ്പെടണം. നമ്മൾ വീണ്ടും വീണ്ടും പാപങ്ങൾ ആവർത്തിക്കരുത്. In verse 14, Jesus says something that we can miss very easily. 14ാമത്തെ വാക്യത്തിൽ യേശു ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, പലപ്പോഴും നമ്മൾ കാണാതെ പോകും. It says, later Jesus found him at the temple and said to him, "See, you are well again. Stop sinning, or something worse may happen to you." അവിടെ 14ാമത്തെ വാക്യം യേശു അവനോട് പറയുന്നത്, അവൻ ദേവാലയത്തിൽ വെച്ച് കണ്ടു പറഞ്ഞു, നോക്കൂ, നിനക്ക് സൗഖ്യം വന്നുവല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്നവനോട് പറഞ്ഞു. You see, being a disciple or a follower of Jesus, it means that you repent and you try not to do the behaviors that offend God again. അവിടെ വ്യക്തമായി പറയുന്നത്, നമ്മൾ യേശുവിന്റെ ശിഷ്യന്മാരായതുകൊണ്ട് നമ്മൾ നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കി തിരുത്തണം. വീണ്ടും വീണ്ടും അതേ കാര്യങ്ങൾ നമ്മൾ ആവർത്തിക്കരുത്. As humans, have you ever noticed how easy it is to do things that are not good for our body? പലപ്പോഴും നമ്മളെ നോക്കിയാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് പോലും നല്ലതല്ലാത്ത പല കാര്യങ്ങളും നമ്മൾ എളുപ്പത്തിൽ ചെയ്തു പോകും. You put a salad in front of you, you put a bowl of chips in front of you. What are you going to choose? Chips every time. നിങ്ങളുടെ കയ്യിൽ ഒരു പാത്രത്തിൽ സാലഡും ഒരു പാത്രത്തിൽ ചിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ എപ്പോഴും ചിപ്സ് തന്നെ എടുക്കും. And then we go to the doctor and the doctor tells us we've got diabetes and we say, "God, why have you done this to me?" നമ്മൾ പിന്നീട് നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ചോദിക്കും, ദൈവമേ എന്തുകൊണ്ട് എനിക്ക് ഇത് വന്നതെന്ന്. I think God's looking down and said, if you ate less chips and more salads, you wouldn't have diabetes. Look after yourself. കർത്താവ് നിങ്ങളോട് പറയും, അന്ന് ചിപ്സ് എല്ലാം കൂടെ തിന്നാതെ വെച്ച് സാലഡ് തിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്ര അസുഖം നിനക്ക് വരില്ല. Just to confirm, if you have type 1 diabetes, I'm not blaming you for eating chips, okay? Just want to emphasize that. ഞാൻ നിങ്ങളോട് പറയുന്നത് ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ പറയണ്ടാവട്ടെ. My wife's always complaining about my illustrations. എൻ്റെ ഭാര്യ എപ്പോഴും ഞാൻ ഈ പറയുന്ന ഉദാഹരണങ്ങൾ ചൊല്ലി എന്നോട് പറഞ്ഞ് സംസാരിക്കാറുണ്ട്. But you know, when we need to sometimes, actually often, we need to stop doing the stuff that's damaging us. പലപ്പോഴും നമ്മൾ ഒരേ തെറ്റ് ആവർത്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അത് നമുക്ക് തന്നെ ദോഷമായി ഭവിക്കുകയാണ്. One of my favorite verses in the Bible is this, because it's so random. It's Proverbs chapter 26, verse 11. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യമാണ് പ്രൊവേർബ്സിന്റെ പുസ്തകം 26-ാം അധ്യായം 11-ാം വാക്യം. It says this: as a dog returns to its vomit,
so fools repeat their folly. ബാക്കിയുള്ളവർക്ക് വായിക്കാം. സദൃശവാക്യം 26:11. നായി ഛർദ്ദിച്ചതിലേക്ക് വീണ്ടും തിരിയുന്നതും മൂഢൻ തന്റെ ഭോഷത്വം ആവർത്തിക്കുന്നതും ഒരുപോലെ. Now I used to have I've got a dog now, but my old dog I had before, എനിക്കിപ്പോ ഒരു പട്ടിയുണ്ട്. അതിന് മുന്നേ എനിക്ക് വേറൊരു പട്ടി ഉണ്ടായിരുന്നു. he had a few stomach problems as he got older, so he was always sick on my kitchen floor overnight. പലപ്പോഴും ആ പഴയ നായ ഉണ്ടായിരുന്ന സമയത്ത് പ്രായമുള്ളതുകൊണ്ട് എപ്പോഴും ഛർദ്ദിക്കുമായിരുന്നു. And every time he was sick, എപ്പോഴും ഇങ്ങനെ ഛർദ്ദിക്കുമ്പോ he would always try and eat the food that he's just vomited. ആ പട്ടി ഛർദ്ദിച്ച അതേ ഭക്ഷണം ആ പട്ടി തിന്നുവാനും നോക്കുമായിരുന്നു. And it came this little bit of a challenge with me. So every time my dog had vomited, അത് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങി. എന്റെ പട്ടി ഛർദ്ദിച്ചാൽ ഉടനെ I almost had to rugby tackle my dog to stop him eating the food that had made him sick before. ഞാൻ ഉടനെ ആ പട്ടീനെ അവിടെ നിന്ന് ഓടിച്ചു വിടും, അല്ലെങ്കിൽ വീണ്ടും അത് പോയി കഴിക്കാതിരിക്കാൻ. And it was disgusting. അത് വളരെ ഒരു മോശമായ ഒരു കാര്യമായിരുന്നു. I would try and pull the dog away from the vomit, and he would start going as if I really want to eat that vomit that's on the floor. ഞാൻ ആ പട്ടിയെ അത് കഴിക്കാതിരിക്കാൻ മാറ്റുമ്പോൾ ആ പട്ടിക്ക് മുറുമുറുപ്പുണ്ടാക്കും. അതിനെന്തോ എനിക്കത് വേണം എന്നുള്ള മട്ടിലാണ് അത് അവിടെ പെരുമാറിക്കൊണ്ടിരുന്നത്. Some of you are saying, Pastor, why are you talking about your dog vomiting in church? ചിലർ ചിന്തിക്കുമായിരിക്കും, എന്തിനാ പാസ്റ്റർ ഇവിടെ ഒരു പട്ടി ഛർദ്ദിച്ച കാര്യമൊക്കെ പറയുന്നത്. First is because the Bible says it. ഒന്നാമത്തെ കാര്യം വേദപുസ്തകം അതിനെ കുറിച്ച് പറയുന്നു. And secondly, because some of you know that you're like my dog and you keep eating the vomit that you're vomiting up. ചിലരെങ്കിലും മനസ്സിലാക്കണം അങ്ങനെ തരത്തിലുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. How many times, don't put your hands up now, have you looked at stuff on your phone that is damaging you and then you go and do it again the following day? നിങ്ങൾ ആരും കൈ ഉയർത്തണ്ടായിരുന്നാൽ എത്ര വട്ടം നമ്മൾ ഫോണിൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ അത് കാണണ്ടാത്താണെന്ന് മനസ്സിലാവുകയും വീണ്ടും നമ്മൾ പിന്നീട് പോയി അത് കാണുകയും ചെയ്യും. 95% of men in this country now are looking at stuff they shouldn't look at the phone. ഇന്നത്തെ കണക്കെടുപ്പ് നോക്കിയാൽ 95% ആൾക്കാരും കാണണ്ടാത്ത പല കാര്യങ്ങളുമാണ് ഇന്ന് ഫോണിൽ കാണുന്നത്. That means there might be 3 men in this church today who are not looking at bad stuff on their phone. നമ്മൾ അങ്ങനെ നോക്കിയാൽ ഈ സഭയിൽ ഏകദേശം 3 പേര് അങ്ങനെ ഉണ്ടാവും. Women, its statistics are also very high for women. സഹോദരിമാരുടെ കാര്യം നോക്കിയാലും അവരുടെ കണക്കുകളും കൂടുതൽ തന്നെയാണ്. I want to challenge you today. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, if you keep repeating stuff that God has told you not to do, it's going to damage you. ദൈവം നിങ്ങളോട് ചെയ്യരുത് എന്ന് കൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും. Jesus doesn't tell you this because he doesn't like you and he wants to spoil your fun. യേശു ഇത് നിങ്ങളോട് നേരിട്ട് പറയാത്തത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കൊരു വിഷമം നേരിട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. Jesus tells you this because he cares about you and doesn't want you damaged. യേശു നിങ്ങളോട് ഇത് പറയുന്നത് നിങ്ങൾക്ക് ദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അത് യേശു നിങ്ങളോട് ആവർത്തിച്ചുകൊണ്ട് പറയുന്നത്. What is your vomit? എന്താണ് ഇവിടെ ഛർദ്ദിക്കുക എന്ന് പറയുന്നത്? What is that thing that you keep going back to that God says is hurting you? എന്താണ് നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ ചെയ്യുന്നത്? Don't repeat it, but repent and do a U-turn and turn away from it. അത് നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക, അതിൽ നിന്ന് നിങ്ങൾ മനം തിരിഞ്ഞു വരിക. Build stuff into your life that will protect you from the things that is harming you. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ശീലങ്ങൾ, നല്ല സ്വഭാവങ്ങൾ കൊണ്ടുവരിക. അത് നിങ്ങൾക്ക് നന്മ ചെയ്യും, നിങ്ങൾക്ക് ദോഷം വരികയില്ല. We're coming into land. We're coming into finish. നമ്മുടെ മെസ്സേജിന്റെ അവസാനത്തിലേക്ക് കടന്നു വരുന്നു. Going back to when I started, I talked about that spa break with my wife. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരുമിച്ച് സ്പായിൽ പോയ കാര്യം. The spa promised to heal, detox, and make me feel better. അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സൗഖ്യം വരും, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ടോക്സിൻസ് എല്ലാം മാറ്റി നിങ്ങൾക്ക് ഒരു ഉണർവ് ഉണ്ടാകും, ചൈതന്യം ഉണ്ടാകും. Everything felt amazing, and then we had to pick up our children. എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നു, മക്കളെ കൂട്ടിക്കൊണ്ട് വന്നു. Everything went back to normal then. അതിനുശേഷം എല്ലാം പഴയതുപോലെയായി. Real problems, real aches, real issues. ശരിക്കുമുള്ള വേദനകൾ, ദുഃഖങ്ങളെല്ലാം ഉണ്ട്.
You know, the pool of Bethsaida was just like that. അത് തന്നെയാണ് അവിടെയും പറയുന്നത്. It was a place that was full of promises, full of hope, full of expectation and waiting. ആ കുളം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ആശ്രയം, ഒരുപാട് പേര് നോക്കിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. For 38 years, the man lay there, convinced that if the water stirred and he got in first, everything would change. 38 വർഷക്കാലം ആ മനുഷ്യൻ വിശ്വസിച്ചിരുന്നത് ആ കുളം കലങ്ങുമ്പോൾ ഞാൻ ആദ്യം ചെന്നാൽ എനിക്ക് അവിടെ സൗഖ്യമുണ്ടാകും. But the healing didn't come from the water. The healing came from Jesus who was standing in front of him. ആമേൻ. ആ സൗഖ്യം അവന് ലഭിച്ചത് അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിൽ നിന്നല്ല, അവന്റെ മുൻപിൽ നിന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നാണ്. And how many of us are still lying on our mats, waiting? ആമേൻ. നമ്മളിൽ എത്ര പേരുണ്ട് ഇന്നും നമ്മുടെ കിടക്കയിൽ നമ്മൾ കിടന്ന് കാത്തിരിക്കുന്നവർ? When Jesus is standing right in front of us. യേശു നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ തന്നെ Jesus asks him, he says, do you want to get well? യേശു അവനോട് ചോദിച്ചത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? And then Jesus says to him, get up. എന്നിട്ട് യേശു അവനോട്, നീ എഴുന്നേൽക്കുക. Get up for what's keeping you stuck. യേശു അവനോട് ചോദിക്കും, നിന്നെ തടയുന്നത് എന്താണ്? നീ എഴുന്നേൽക്കുക. Get up from what you keep returning to. എന്താണ് നീ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? നീ എഴുന്നേൽക്കുക. Get up from false religion. നിന്റെ മതപരമായ നിന്റെ നിയമങ്ങളിൽ നിന്നെല്ലാം നീ എഴുന്നേറ്റ് വരിക. Get up from having a religious spirit. നിന്റെ ഉള്ളിൽ ഒരു വെറും നിയമങ്ങളുടെ ഒരു മതത്തിൻ്റെതായ ഒരു ചിന്തകളിൽ നിന്ന് പുറത്തു വരിക. Get up from thinking that you can fix it on your own. നിനക്ക് തന്നെ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും, അതിൽ നിന്ന് എഴുന്നേറ്റ് വരിക. Jesus doesn't say wait a bit longer. യേശു അവിടെ പറഞ്ഞിട്ട് ഒരുപാട് നേരം നിന്നില്ല. He doesn't say try a little bit harder. യേശു അവനോട് പറഞ്ഞില്ല നീ കുറച്ചും കൂടെ He പരിശ്രമിക്കുക. doesn't say be more religious. യേശു അവനോട് പറഞ്ഞില്ല നീ കുറച്ചും കൂടെ മതസ്ഥനാക്. He says get up. യേശു അവനോട് പറഞ്ഞത് നീ എഴുന്നേൽക്കുക. And when Jesus heals, യേശു സൗഖ്യമാക്കുമ്പോൾ he doesn't just want to change from that person for a brief moment, ഒരു അല്പനിമിഷത്തെ സൗഖ്യം മാത്രമല്ല യേശു നൽകുന്നത്, but he completely changes the direction of their life. ആമേൻ. അവന്റെ ജീവിതത്തിന്റെ യാത്ര തന്നെ യേശു മാറ്റി. So I want to encourage you today. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഇന്ന് പറയുന്ന ഒരു കാര്യം, What is Jesus telling you to get up from? യേശു നിങ്ങളോട് ഇന്ന് എന്തിൽ നിന്നാണ് എഴുന്നേൽക്കുവാൻ പറയുന്നത്? Stop going back to that old vomit that you keep doing. നമ്മൾ വായിച്ചതുപോലെ വീണ്ടും നമ്മൾ ചെയ്ത തെറ്റിലേക്ക്, അശുദ്ധിയിലേക്ക് വീണ്ടും മടങ്ങി പോകാതിരിക്കുക. But keep walking to the new life that Jesus has promised you. ആമേൻ. യേശു നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത ആ നിത്യജീവൻ, ആ പുതിയ ജീവനിലേക്ക് നിങ്ങൾ നടക്കുക. Are you still waiting by the water, or are you ready to respond to Jesus? ആമേൻ. നിങ്ങൾ ഇന്നും ആ വെള്ളത്തിന് വേണ്ടി കലങ്ങുവാൻ കാത്തിരിക്കുവാണോ, അത് യേശുവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുവാണോ? Do you want to get well? നിങ്ങൾക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ?